ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മ്യൂറൽ ആർട്ട് ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെവിപ്പൂവ് എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ചെവിപ്പൂവ് സാധാരണയായിട്ട് അലങ്കാരത്തിന് വേണ്ടിയിട്ട് വരയ്ക്കുന്നതാണ്. ഈ ഒരു കാണുന്ന ഒരു സ്ട്രക്ചറിനെയാണ് ചെവിപ്പൂവ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ചെവിപ്പൂവുണ്ട്. ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അർദ്ധനാരീശ്വരൻ്റെ ഒരു പടമാണ്. ഇതിൽ ശിവന് വരച്ചിരിക്കുന്ന ചെവിപ്പൂവല്ല, പാർവതി ദേവിയുടെ സൈഡിൽ വരച്ചിരിക്കുന്നത്. ഇതുപോലെ പല ടൈപ്പിലുള്ള ചെവിപ്പൂവുകളുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് യശോദയും കണ്ണനുമാണ്. അതിൽ യശോദയുടെ ചെവിയുടെ പിറകിലായിട്ട് ചെവിപ്പൂവ് കാണാൻ പറ്റും. ചെവിപ്പൂവും മഷിപ്പൂവും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ വനമാല വരയ്ക്കാറുണ്ട്, അതായത് ഹാരം. അപ്പോൾ പലതരത്തിലുള്ള ചെവിപ്പൂവുകളുണ്ട്. അപ്പോൾ ഇന്നൊരു ടൈപ്പ് ചെവിപ്പൂവാണ് നമ്മൾ വരയ്ക്കുന്നത്. ചെവിപ്പൂവ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സെമി സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് മാർക്ക് ചെയ്യുക. റേഡിയസിൻ്റെ ഏകദേശം ഒരു 1/3 പാർട്ട് എടുത്തിട്ട് ഇതുപോലൊരു മാർക്കിങ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ ഇതൾ വരച്ചു കൊടുക്കാം. ചെവിപ്പൂവ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഏകദേശം നമ്മുടെ ചെമ്പകപ്പൂവിൻ്റെ ഒരു ഷേപ്പിനാണ് ചെവിപ്പൂവ് എന്ന് പറയുന്നത് വരയ്ക്കുന്നത്. അടുത്ത ഇതളും വരച്ചു കൊടുക്കുക സൈഡിലോട്ട്. ആ കർവിൽ വന്ന് മുട്ടുന്ന രീതിയിൽ, ആ സർക്കിളിൻ്റെ കർവിൽ വന്ന് മുട്ടുന്ന രീതിയിൽ വേണം ഓരോ പെറ്റൽസും വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിൽ വരച്ചാൽ അതുപോലെ തന്നെ അത്രയും എണ്ണം തന്നെ ഇപ്പുറത്തെ സൈഡിലും വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏകദേശം സെയിം ഒരു വിത്തിൽ വേണം ഇതെന്ന് പറയുന്നത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നും, പക്ഷേ അത് വരയ്ക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതായത് എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ കണ്ട് ഇതുപോലെ വരച്ചെടുക്കുക. ഇതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിലുള്ള പോർഷൻ ഇതുപോലെ ഒരു കർവാക്കി മാറ്റിയിട്ട് എൻ്റെ അറ്റഭാഗം ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ലൈനിൽ ഒരു, അതായത് ഇത് വന്ന് അവസാനിക്കുന്ന ആ ഒരു ലൈൻ, ഏറ്റവും ലാസ്റ്റിലത്തെ ലൈൻ എന്ന് പറയുന്നത് മധ്യത്തുള്ള പെറ്റലുമായിട്ട് വേണം ഒന്ന് അറ്റാച്ച് ചെയ്യാൻ. നോക്കുമ്പോൾ മനസ്സിലാവും, ഈ രണ്ട് പെറ്റൽസും തമ്മിൽ വേണം ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. മധ്യത്ത് വരുന്ന ആ ലൈനിൻ്റെ അറ്റത്തായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ റിമൂവ് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന പെറ്റൽസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പെറ്റൽസ് അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മഷിപ്പൂവ് എങ്ങനെയാണ് കളർ ചെയ്യുന്നതെന്ന് അതിൻ്റെ കളർ കോമ്പിനേഷൻ്റെ കാര്യങ്ങളും നോക്കാം. യെല്ലോ വാഷ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന യെല്ലോ ഒക്കറും പെർമനൻറ്റ് യെല്ലോയാണ്. യെല്ലോ ഒക്കർ 3:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി യൂസ് ചെയ്യുന്ന ബ്രഷ് എന്ന് പറയുന്നത് 000 ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്, ലോങ് ഹെയർ. അതുപോലെ തന്നെ 1.1 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സ്പോഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി തുടച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കളർ പ്രിപ്പറേഷൻ ഒന്നും കാണിക്കുന്നില്ല. അപ്പം ഞാനത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കളറിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ട്. ആദ്യം വളരെ ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ കളറ് വാഷ് ചെയ്ത് കൊടുക്കുക. വളരെ ലൈറ്റായിട്ട് വേണം ചെയ്യാൻ. ആദ്യത്തെ യെല്ലോ വാഷ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ യെല്ലോ വാഷും കൂടെ കൊടുക്കണം. ഇത് ഉണങ്ങിയതിന് ശേഷം വേണം രണ്ടാമത്തെ യെല്ലോ വാഷ് കൊടുക്കാൻ. ഇനി നമ്മൾ മൂന്നാമത്തെ യെല്ലോ വാഷ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ മൂന്നാമത്തെ യെല്ലോ വാഷ് സാധാരണയായിട്ട് യെല്ലോ കളർ വരുന്ന സ്ഥലങ്ങളിൽ റെഡ് ആണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മധ്യത്തും ലാസ്റ്റിലുമുള്ള പെറ്റൽസ് ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം
മൂന്നാമത്തെ യെല്ലോ കോട്ട് അടിച്ചു കൊടുക്കാം. അടുത്ത് നമ്മൾ റെഡ് വരുന്ന പോർഷൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇതിൻ്റെ മധ്യത്തുള്ള പെറ്റൽസ് ചെയ്യാൻ പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബെൻസീനയും സ്കാർലറ്റ് ലേക്കുമാണ്. അതായത് ബെൻസീന സ്കാർലറ്റ് ലേക്ക് എന്ന് പറയുന്നത് 3ഉം ബെൻസീന എന്ന് പറയുന്നത് 1ഉമാണ് എടുക്കുന്നത്. അതായത് 1:3 എന്ന് പറയുന്ന റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ യെല്ലോ ഓക്കറും കൂടി യൂസ് ചെയ്യാം, ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെയാണ് എടുത്തിട്ട് ഇപ്പം ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 000 ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ 000 ബ്രഷ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് കയ്യിൽ വഴങ്ങുന്ന ഏത് ബ്രഷ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അല്ലാണ്ട് 1ൻ്റെ ബ്രഷ് ഞാനെന്ന് പറയുന്നത് വെറ്റായിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. വെറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഷെയ്ഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് കളർ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഷെയ്ഡിങ് ടെക്നിക്ക് എന്ന് പറയുന്ന ലേപനമാണ്, അതായത് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് സാധാരണ വാട്ടർ കളറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഷെയ്ഡിങ് മെത്തേഡാണ് ലേപനം എന്ന് പറയുന്നത്. അതിൻ്റെ ബോർഡർ, ആ പെറ്റലിൻ്റെ ബോർഡർ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം വെറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഒന്ന് ലയിപ്പിച്ചെടുക്കുന്നത്. അതിന് ആ ഒരു മെത്തേഡിനെയാണ് ലേപനം എന്ന് പറയുന്നത്. കേരള മ്യൂറൽ പെയിൻറ്റിങ്സിൽ പലതരത്തിലുള്ള ഷെയ്ഡിങ് ഉണ്ട്, അത് ഇനി വരുന്ന വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ബിന്ദുജൽ, ലേപനം, രേഖീയം, പത്രകം തുടങ്ങിയ ഷെയ്ഡിങ്സൊക്കെ കേരള മ്യൂറൽ പെയിൻറ്റിങ്സിൽ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു ലെയറും കൂടെ വെച്ചുകൊണ്ട് ഡാർക്കറായിട്ടുള്ള ഏരിയാസും കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക, കുറച്ചുകൂടെ കളർ വെച്ചുകൊണ്ട്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പെറ്റൽസുകളും ചെയ്തെടുക്കുന്നത്, സെയിം മെത്തേഡ്. കളർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഗ്രീൻ വരുന്ന പോർഷനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാപ്പ് ഗ്രീൻ ആണ്. സാപ്പ് ഗ്രീൻ്റെ കൂടെ ബ്ലാക്ക് കളറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാപ്പ് ഗ്രീൻ എടുത്തിട്ട് അതിൽ ഒരു ചെറിയൊരു ഡോട്ട്, അത്രയും ബ്ലാക്ക് കളർ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. കാര്യം ബ്ലാക്ക് കൂടിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്കിൻ്റെ ഒരു കളറായിരിക്കും കിട്ടുന്നത്, ഗ്രീൻ കളർ എടുത്തറിയാൻ പറ്റത്തില്ല. ഇത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, കണ്ടോ. എന്നിട്ട് ഇതൊന്ന് ലയിപ്പിച്ചെടുക്കുക. എന്നിട്ട് വളരെ ലൈറ്റായിട്ട് ഒരു വാഷ് കൊടുക്കുക. അപ്പോൾ ഗ്രീനിൻ്റെ വാഷ് ഉണങ്ങിയതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലേപനമാണ് ചെയ്യുന്നത്. ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് വെറ്റ് ബ്രഷ് യൂസ് ചെയ്ത് അത് ലയിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് പൂർത്തിയാവണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളർ യൂസ് ചെയ്ത് ബ്ലാക്ക് യൂസ് ചെയ്ത് 000ൻ്റെ ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഔട്ട്ലൈൻ വളരെ തിന്നായിട്ട് വരയ്ക്കുക. അപ്പം ആദ്യമൊക്കെ ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നും. പിന്നീട് അത് വരച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കൈ വഴങ്ങും, വിഷമിക്കേണ്ട. അതൊക്കെ പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ശരിയായി വരുന്നതാണ്. പിക്ചേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഇത്ര ഒരു പോർഷൻ മാത്രമേ പുറത്ത് വിസിബിളായിട്ട് കാണത്തുള്ളൂ. അപ്പോൾ ആ ഒരു പോർഷൻ വേണം നന്നായിട്ട് വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ ചെവിപ്പൂവ് ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇപ്പോൾ വരച്ച് കാണിച്ചത്. അപ്പോൾ ചെവിപ്പൂവിനെ പറ്റിയിട്ട് ഇത്രയാണ് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കാര്യമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന പിക്ചേഴ്സ് എനിക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.